എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അരി, എള്ള്, ഉലുവ എല്ലാം ചേർത്തുണ്ടാക്കുന്ന അരിയുണ്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഉലുവ വറുത്തെടുക്കാം. 1/4 കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി ചോക്കുന്നവരൊന്ന് വറുത്തെടുക്കാം. എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതെടുക്കാം. ഇനി 1/4 കപ്പ് എള്ള് വറുത്തെടുക്കാം. എള്ള് നന്നായി കഴുകിയ ശേഷമാണ് വറുത്തെടുക്കുന്നത്. ചിലപ്പോൾ കല്ലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഇത് നന്നായി പൊട്ടി കിട്ടണം. വെള്ളം പാലം വെച്ചതാണ്. ഇനിയും ഇതിൽ വെള്ളമുണ്ട്. എള്ള് നന്നായി പൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയായാലും മതി. എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നിലക്കടല ഇടാം. തോല് വിട്ട് വരുന്നൊരു സ്റ്റേജ് വരേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ബദാം ഇടുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. തോലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും എടുക്കാം. 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതും വറുക്കാം. ഇതും ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കണം. ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ലോട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം. കരിയാൻ പാടില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. എടുക്കാം. 1/4 കപ്പ് റാഗിയാണ് ഇടുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകം, 3 ഏലക്ക, 3 പീസ് ചുക്ക്. റാഗി ഇതുപോലെ എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ പൊടിയോ എടുക്കാം. ഇത് നന്നായി കഴുകി ഉണക്കിയെടുത്ത റാഗിയാണ്. നന്നായി ചൂടാകുന്നവരെ വറുത്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. എടുക്കാം. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1/2 കപ്പ് വീതം കുത്തരിയും കറുത്തരിയുമാണ്. ഇത് നന്നായി പൊരിയുന്നവരെ വറുത്തെടുക്കണം. കഴുകി വെള്ളം വാലാൻ വെച്ചതാണിത്. അരിയൊക്കെ പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അരിയൊക്കെ നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങ കൂടി വറുത്തെടുക്കാം. 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. ചെറിയ തരികളോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് 2 നുള്ളി ഉപ്പിടാം. തേങ്ങ നെയ്യിൽ വറുത്തതും ചേർക്കാം. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിക്ക് ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. വല്ലാതെ തണുത്ത ശേഷം പൊടിക്കേണ്ട. ഇളം ചൂടോടെ പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഉരുള പിടിക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കൂടി ചേർക്കാം. പാനിക്ക് ഇതേപോലെ ഇളം ചൂടുണ്ടായിരിക്കണം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. കുറച്ച് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ചെറുതായി ഉരുട്ടിയെടുക്കാം. മാവ് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത്. തണുക്കുമ്പോൾ കറക്റ്റാകും. ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഉലുവ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു കയ്പുണ്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം മധുരം ചേർക്കണം. എല്ലാ ചേരുവകളും നന്നായി റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ആഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാം. നെയ്യും എണ്ണയൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല. തേങ്ങ വറുക്കാൻ മാത്രമായി 1/2 ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ഹെൽത്തി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.